ഭാഗം 3. പുസ്തകം 7 അധ്യായം 2. അപ്പസ്തോലന്മാരുടെ പ്രഘോഷണങ്ങൾ. നവവിശ്വാസികൾക്ക് മറിയം നൽകിയ സംരക്ഷണം. അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാരൂപി ഇറങ്ങിയതും അതുവഴി ദൃശ്യമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ജെറുസലേമും അതിലെ നിവാസികളും അത്ഭുതപ്പെട്ടു. ഊട്ടുശാലയിൽ സംഭവിച്ച കാര്യങ്ങൾ കേട്ട് അനേകർ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷ പൂണ്ടെത്തി. അപ്പസ്തോല പ്രവർത്തനം 2:6. കൂടാതെ യഹൂദരുടെ ഒരു പ്രധാനപ്പെട്ട തിരുനാൾ ദിവസമായിരുന്നു അത്. ഈ സവിശേഷ ദിനത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി നഗരത്തിൽ പരദേശികളും പുറജാതികളും ധാരാളമായി വന്നു ചേർന്നിരുന്നു. ഇവർക്കുവേണ്ടിയായിരുന്നു രക്ഷകനായ കർത്താവിന്റെ പുതിയ നിയമം പ്രഘോഷിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. സകല മനുഷ്യരുടെയും രക്ഷ ഉദ്ദേശിക്കപ്പെട്ടിരുന്നുവെന്ന് അർത്ഥം. പരിശുദ്ധാരൂപിയുടെ വരദാനങ്ങളാൽ പൂരിതരും പ്രചോദിതരുമായ അപ്പസ്തോലഗണം അവരുടെ സമ്മേളന സ്ഥലത്തിന് പുറത്ത് ജെറുസലേമിലെ മനുഷ്യർ തടിച്ചുകൂടുന്നത് അറിഞ്ഞു. അവർ പരിശുദ്ധ അമ്മയോട് പുറത്തുള്ള മനുഷ്യരോട് വചനം പ്രഘോഷിക്കാൻ അനുവാദം ചോദിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ലഭിച്ച മഹാവരദാനങ്ങളുടെ ഫലങ്ങൾ എത്രയും വേഗം എല്ലാ മനുഷ്യർക്കും പകർന്നു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. സ്രഷ്ടാവിന്റെ മഹത്വം ലോകത്ത് വിളംബരം ചെയ്യാൻ ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. അവരെല്ലാം പുറത്തേക്ക് വന്ന് ജനസഞ്ചയത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തിന്റെ മഹാരഹസ്യത്തെ പ്രഖ്യാപിക്കാൻ ആരംഭിച്ചു. അതുവരെയും ഭീരുത്വം പൂണ്ട് അന്തർമുഖരായി കഴിഞ്ഞിരുന്ന ശിഷ്യന്മാർ ഇതാ ജ്വലിക്കുന്ന വാക്കുകളാൽ വചനം പ്രഘോഷിക്കുന്നു. ആ വചനങ്ങൾ അഗ്നിസ്ഫുലിംഗങ്ങളുടെ മൂർച്ചയോടെ ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ തുളച്ചിറങ്ങി. ജനങ്ങൾ അത്ഭുത പരതന്ത്രരായതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിലും ഗോത്രങ്ങളിലും നിന്നും വന്ന ഈ മനുഷ്യർ താന്താങ്ങളുടെ മാതൃഭാഷകളിൽ തന്നെയായിരുന്നു അപ്പസ്തോലന്മാരുടെ പ്രഘോഷണം ശ്രവിച്ചത്. ശിഷ്യന്മാർക്ക് തങ്ങൾക്കു ലഭിച്ച അറിവിന്റെയും ശക്തിയുടെയും ഫലമായി ഓരോ രാജ്യക്കാരുടെയും ഭാഷകളിൽ വചനപ്രഘോഷണം നടത്താൻ പ്രാപ്തരായിത്തീർന്നു. സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഇത് ആവശ്യമായിരുന്നു. എന്നാൽ ആദ്യ പ്രഘോഷണ വേളയിൽ അവരെല്ലാം സംസാരിച്ചത് പാലസ്തീനായിലെ ഭാഷ തന്നെയായിരുന്നു. എന്നിട്ടും എല്ലാ ജനതകൾക്കും അത് മനസ്സിലായി. ഇപ്രകാരം ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ്? വിവിധ ഭാഷക്കാരായ ആളുകൾ പത്രോസിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അത് താന്താങ്ങളുടെ ഭാഷയിൽ അവർ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അല്ലെങ്കിൽ പത്രോസ് പല ഭാഷകളിൽ ഒരേ പ്രസംഗം ആവർത്തിക്കേണ്ടി വരുമായിരുന്നു. ഇത് അസാധ്യമായെന്നുതാനും. വിശ്വാസത്തിന്റെ രഹസ്യങ്ങളെ തന്റെ സ്വന്തം ഭാഷയിൽ ഒറ്റത്തവണ മാത്രമാണ് പത്രോസ് പ്രസംഗിച്ചത്. എല്ലാവരും അത് ശ്രവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്രകാരം തന്നെ മറ്റ് അപ്പസ്തോലന്മാരുടെ കാര്യത്തിലും സംഭവിച്ചു. അപ്പസ്തോല പ്രവർത്തനം 2:9. അപ്പസ്തോലന്മാരുടെ പ്രസംഗങ്ങൾ ശ്രവിച്ചവർ എങ്ങനെയാണ് താന്താങ്ങളുടെ ഭാഷയിലും ശൈലിയിലും ഇത് തങ്ങളുടെ ചെവിയിലെത്തുന്നതെന്ന് ആശ്ചര്യപ്പെട്ടു. അവരെ ശ്രവിച്ചവർക്ക് ദൈവിക രഹസ്യങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കാനുള്ള ജ്ഞാനം ലഭിച്ചു. മനുഷ്യരക്ഷയെപ്പറ്റിയും ദൈവത്തിന്റെ മഹത്വത്തെപ്പറ്റിയും അറിവ് ലഭിച്ച അവർ അത്യുത്സാഹത്തോടെ അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രഘോഷിച്ചു. സത്യത്തെ അറിയാനുള്ള തീഷ്ണത അവരിൽ നിറഞ്ഞു. ദൈവിക പ്രകാശം അവരുടെ മേൽ ചൊരിയപ്പെട്ടപ്പോൾ അവർക്ക് പാപബോധവും അനുതാപവും ലഭിച്ചു. ദൈവത്തിന്റെ കരുണ തേടി അവർ പാപമോചനം പ്രാപിച്ചു. നിറമിഴികളോടെ തങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്തു ചെയ്യണമെന്ന് അപ്പസ്തോലന്മാരോട് ചോദിച്ചു. നിത്യജീവന്റെ വഴി അവർക്കറിയണമായിരുന്നു. എന്നാൽ മറ്റു ചിലർ അവരുടെ ഹൃദയങ്ങളെ അപ്പസ്തോലന്മാർക്കെതിരെ കഠിനമാക്കിയിരുന്നു. പ്രഘോഷിക്കപ്പെട്ട സുവിശേഷത്തോട് വെറുപ്പും എതിർപ്പും നിറഞ്ഞ ആ മനുഷ്യർ അപ്പസ്തോലന്മാരെ കലാപകാരികളായി മുദ്രകുത്തി. യഹൂദരിൽ പലരും അസൂയയും വഞ്ചനയും നിറഞ്ഞ് അപ്പസ്തോലന്മാർക്കെതിരെ തിരിയുകയും അവർ മദ്യപാനികളാണെന്ന് വിളിച്ചു പറയുകയും ചെയ്തു. അപ്പസ്തോല പ്രവർത്തനം 2:13. ഇവരിൽ ചിലർ അരൂപിയുടെ ആവാസവേളയിൽ ഇടിമുഴക്കം കേട്ട് ചലനമറ്റ് വീണശേഷം വീണ്ടും എഴുന്നേറ്റ് വന്നവരായിരുന്നു. പത്രോസിന്റെ പ്രസംഗം ശ്രവിച്ച് മാനസാന്തരപ്പെട്ട 3000 പേർ പല ജനപദങ്ങളിൽ നിന്നും വന്നവരായിരുന്നല്ലോ. അപ്രകാരം പന്തക്കുസ്താ ദിനത്തിൽ പല ജനപദങ്ങളെ ദൈവം ജെറുസലേമിൽ എത്തിച്ചത് എന്തിനായിരുന്നു? അന്നു മുതൽ സകല ജനതയും രക്ഷയുടെ ഫലങ്ങൾ ആസ്വദിക്കണമെന്നും സകല മക്കളും സഭാമക്കളായി മാറണമെന്നും എല്ലാവരും പരിശുദ്ധാരൂപിയെ സ്വീകരിച്ചനുഭവിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചു. അന്നു മുതൽ പരിശുദ്ധ സഭയിൽ എല്ലാ രാജ്യങ്ങളും എല്ലാ വർഗങ്ങളും പങ്കാളികളായിരിക്കും. അവരിൽ ഒരു പങ്ക് യഹൂദരായിരുന്നു. ഇവർ ക്രിസ്തുവിന്റെ സഹന മരണങ്ങൾക്ക് ദൃക്സാക്ഷികളും അവനോട് അനുഭാവമുള്ളവരുമായിരുന്നു. ഒപ്പം തന്നെ അവനെ ക്രൂശിക്കാൻ കൂട്ടുനിന്ന ചിലരും മാനസാന്തരപ്പെട്ടു. അവർ എണ്ണത്തിൽ കുറവായിരുന്നുവെന്ന് മാത്രം.
അക്കൂട്ടരിൽ നല്ലൊരു പങ്ക് അവരുടെ നിലപാടുകൾ മാറ്റിയിരുന്നില്ല. എന്നാൽ അവർ മാനസാന്തരത്തിന്റെ മാർഗത്തിൽ വന്നിരുന്നെങ്കിൽ അവർക്കും ദൈവകരുണ ലഭിക്കുകയും പാപമോചിതരാക്കുകയും ചെയ്യാമായിരുന്നു. ശിഷ്യന്മാർ അന്നത്തെ അവരുടെ പ്രഘോഷണമെല്ലാം അവസാനിപ്പിച്ച് സായംകാലത്ത് ഊട്ടുശാലയിലേക്ക് മടങ്ങി. പരിശുദ്ധ അമ്മയുടെ സമക്ഷം അന്ന് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പങ്കുവച്ചു. അന്നേ ദിവസം സഭാമക്കളായി തീർന്നവരും അവരോടൊപ്പം അവിടെ പ്രവേശിക്കുകയും പരിശുദ്ധ അമ്മയെ സന്ദർശിക്കുകയും ചെയ്തു. എന്നാൽ പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. തന്റെ മുറിയിലിരുന്നു കൊണ്ട് അപ്പസ്തോലന്മാർ പുറത്തു നടത്തിയ പ്രഘോഷണം അവൾ ശ്രവിച്ചിരുന്നു. അവൾ അവരുടെ നിഗൂഢ ചിന്തകളും ഹൃദയവികാരങ്ങളും നന്നായി വായിച്ചിരുന്നു. ഈ സമയമൊക്കെയും അമ്മ നിലത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് പ്രാർത്ഥനയിൽ ആമഗ്നയായിരുന്നു. കണ്ണീരോടെ അവൾ ദിവ്യരക്ഷകന്റെ മാർഗത്തിൽ വരുന്നവരെ രക്ഷയിലേക്ക് നയിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ വരദാനങ്ങളും പ്രീതിയും നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവൾ തന്റെ പ്രാർത്ഥനയിൽ ഓർത്തു. അപ്പസ്തോലന്മാരെ അവരുടെ പ്രഘോഷണത്തിൽ ഉത്തേജിപ്പിക്കാനും അവരുടെ ശ്രോതാക്കൾക്ക് അത് സ്വീകരിക്കാനുമുള്ള തുറവി ലഭിക്കുന്നതിനുമായി പരിശുദ്ധ മറിയം തീക്ഷ്ണമതികളായ മാലാഖമാരെ അയച്ചു. കർത്താവിന്റെ മനുഷ്യത്വവും രക്ഷകനായ അവന്റെ ദൈവികത്വവും അതിന്റെ ശരിയായ അർത്ഥത്തിൽ അഗാധമായി അറിയാൻ ആവശ്യമായ ഗ്രഹണശക്തി പകരാൻ അവർക്ക് കഴിയുമായിരുന്നു. മാലാഖമാർ പരിശുദ്ധ അമ്മയുടെ കൽപ്പനകളെല്ലാം ശിരസ വഹിച്ചു. പരിശുദ്ധ അമ്മ തന്റെ വരദാനങ്ങളെയും ശക്തിയെയും ഇക്കാര്യത്തിനായി വിനിയോഗിക്കുകയും ചെയ്തു. അന്നേ ദിവസം തങ്ങളുടെ പ്രഘോഷണ ഫലമായി സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി അപ്പസ്തോലന്മാർ പങ്കുവച്ചപ്പോൾ അതീവ സന്തോഷത്തോടും ഭവ്യതയോടും ഒരമ്മയ്ക്കടുത്ത മാധുര്യത്തോടും കൂടിയാണ് മറിയം പ്രതികരിച്ചത്. പത്രോസ് അപ്പസ്തോലൻ നവക്രൈസ്തവരോട് ഇപ്രകാരം പ്രസ്താവിച്ചു: പ്രിയ സഹോദരങ്ങളെ, അത്യുന്നതന്റെ ദാസന്മാരെ, ഇതാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ ക്രിസ്തുവിന്റെ അമ്മ. അവളുടെ വിശ്വാസമാണ് നിങ്ങൾ സ്വീകരിച്ചത്. ഇവളിലൂടെയാണ് അവിടുന്ന് മനുഷ്യരൂപം ധരിച്ചത്. ഇവളുടെ ഗർഭത്തിലാണ് അവൻ ഉരുവായത്. അവൾ അവനെ ധരിക്കുകയും ജനിപ്പിക്കുകയും ചെയ്തു. എങ്കിലും ജനനത്തിനു മുൻപും അതിനുശേഷവും അവൾ കന്യകയായി തന്നെ ഇരിക്കുന്നു. ഇവളെ നിങ്ങൾ സ്വന്തം മാതാവായി സ്വീകരിക്കുക. ഇവൾ നിങ്ങൾക്ക് അഭയവും നിങ്ങളുടെ മധ്യസ്ഥയും പ്രകാശത്തിന്റെ ഉറവിടവും മാർഗനിർദ്ദേശകയും നമ്മുടെ പാപസങ്കടങ്ങളിൽ മുക്തിയുടെ പാതയുമായിരിക്കും. അപ്പസ്തോലന്റെ ഈ വാക്കുകൾ കേട്ട അവർ അമ്മയുടെ ദർശനത്തിൽ സന്തോഷം നിറഞ്ഞും ആത്മപ്രകാശം നേടിയും വലിയ സാന്ത്വനം അനുഭവിച്ചു. തന്നെ കാണുകയും ഭക്തിപൂർവം വണങ്ങുകയും ചെയ്യുന്നവർക്ക് വലിയ ആന്തരിക വരദാനങ്ങൾ പകരാനുള്ള ദൈവിക ആനുകൂല്യം മാതാവിനുണ്ടായിരുന്നു. ഈ വിശിഷ്ട ശക്തി പിന്നീട് അവൾ സ്വർഗാരോഹിതയായി സ്വപുത്രന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടയാക്കപ്പെട്ടപ്പോൾ വീണ്ടും നവീകരിക്കപ്പെട്ടു. അവിടെ കൂടിയിരുന്ന എല്ലാ ദൈവദാസരും ഈ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി. അവർ സ്വർഗീയ രാജ്ഞിയുടെ പാദാന്തികത്തിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അവളുടെ സഹായവും അനുഗ്രഹവും യാചിച്ചു. എന്നാൽ വിവേകമതിയായ അമ്മ ഒടുവിലത്തെ യാചന നിരസിച്ചു. എന്തെന്നാൽ അവിടെ കർത്താവിന്റെ വികാരിയായ വിശുദ്ധ പത്രോസും അവിടുത്തെ പുരോഹിതരായ അപ്പസ്തോലന്മാരും ഉണ്ടായിരുന്നല്ലോ. പത്രോസ് അവളോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദിവ്യജനനി, ഈ വിശ്വസ്ത ദാസർ ഭക്തി ആദരവോടെ അപേക്ഷിക്കുന്നതിനെ നിരസിക്കരുതേ. അവരുടെ ആത്മാക്കൾ നിന്റെ പക്കൽ സാന്ത്വനം തേടുന്നു. പത്രോസിന്റെ അപേക്ഷ അനുഗ്രഹീതയായ അമ്മ സ്വീകരിക്കുകയും വിനയത്തോടും ശാന്തതയോടും കൂടെ വിശ്വാസികളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ മനുഷ്യരുടെ ഹൃദയങ്ങൾ സ്നേഹത്താൽ പൂരിതമായി. പരിശുദ്ധ അമ്മയിൽ നിന്ന് കൂടുതൽ കേൾക്കാനുള്ള ജിജ്ഞാസ അവരിൽ ഉണർന്നു. എന്നാൽ അവരുടെ എളിമയും ആദരവും നിമിത്തം ഈ ആഗ്രഹം അവളുടെ പക്കൽ നിന്നും മറച്ചുവെച്ചു. എന്നാൽ പത്രോസിനോടുള്ള അവളുടെ വിധേയത്വം കണ്ടപ്പോൾ അവർ പത്രോസിന്റെ പക്കൽ ഇക്കാര്യം ഉണർത്തിച്ചു. ഞങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം നൽകാതെ തിരികെ അയക്കരുതേ അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അമ്മയോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ അമ്മേ, നിന്റെ ദാസരും മക്കളുമായ ഇവരുടെ യാചനകളെ ശ്രവിച്ചാലും. അമ്മ ഈ അഭ്യർത്ഥന സന്തോഷത്തോടെ സ്വീകരിച്ചു. അവൾ അവരോട് സംസാരിച്ചു: കർത്താവിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിറഞ്ഞ ഹൃദയങ്ങളോടെ സർവശക്തനായ ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുവിൻ. എന്തെന്നാൽ മറ്റെല്ലാ ജനതകളെയും കാൾ പരിശുദ്ധമായ സത്യവിശ്വാസത്തിന്റെ അറിവ് അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ വിശ്വാസം ജീവിക്കുന്നതിൽ നിങ്ങൾ സ്ഥിരോത്സാഹികളായിരിക്കുവിൻ. എന്റെ പുത്രനും സത്യഗുരുവുമായ ഈശോ മിശിഹ നിങ്ങളെ പഠിപ്പിച്ച വരപ്രസാദ ജ്ഞാനത്തെ ആഴത്തിൽ പഠിക്കുവിൻ.
അവന്റെ അപ്പസ്തോലന്മാരെ ആദരവോടെ ശ്രവിക്കുവിൻ. അവരെ നിങ്ങൾ അനുസരിക്കുവിൻ. അവർ നിങ്ങളെ പഠിപ്പിക്കും. അതുവഴി നിങ്ങൾ മാമോദീസയിൽ മുദ്രവയ്ക്കപ്പെടുകയും അത്യുന്നത ദൈവത്തിന്റെ മക്കളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. നിങ്ങളുടെ സാന്ത്വനത്തിനും സഹായത്തിനും സഹായിയായി ഇതാ ഞാനുണ്ട്. ഞാൻ കർത്താവിനോട് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് പിതാവായിരിക്കാൻ യാചിക്കുകയും ചെയ്യും. അവിടുന്ന് നിങ്ങളുടെ മേൽ തന്റെ വരപ്രസാദം ചൊരിയുകയും നിങ്ങൾ അവിടുത്തെ മുഖം ദർശിച്ച് ആനന്ദിക്കുകയും ചെയ്യും. ഇത്ര മധുരമായ വചസ്സുകൾ ശ്രവിച്ച് ദൈവമക്കൾ സാന്ത്വനവും സന്തോഷവും അനുഭവിച്ചു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും വാക്കുകളും അവർക്ക് വെളിച്ചമായി. അവർ അവളെ ഹൃദയപൂർവ്വം വണങ്ങി. വീണ്ടും ഒരിക്കൽ കൂടി അമ്മയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് അത്യുന്നതന്റെ വരദാനങ്ങൾ സ്വന്തമാക്കി അവർ യാത്രയായി. അപ്പസ്തോലരും ശിഷ്യരും ആ ദിവസം മുതൽ നിരന്തരം വചനം പ്രഘോഷിച്ചും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും അനേകരെ ദൈവമക്കളാക്കി. പുതിയ വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരാകിയാൽ അവരുടെ ഭാഷകളും വ്യത്യസ്തമായിരുന്നല്ലോ. അവരോരോരുത്തരും താന്താങ്ങളുടെ ഭാഷയിലാണ് പരസ്പരം സംസാരിച്ചിരുന്നത്. എന്നാൽ ആ ദിവസം മുതൽ അവർ മറ്റു ഭാഷകളും സംസാരിച്ചു തുടങ്ങി. ഈ വരം അപ്പസ്തോലർക്ക് മാത്രമായിട്ടല്ല നൽകപ്പെട്ടിരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആവാസവേളയിൽ ഊട്ടുശാലയിൽ സമ്മേളിച്ചിരുന്നവർക്കും വിശുദ്ധ സമൂഹത്തിന്റെ ഭാഗമായിരുന്ന സ്ത്രീകൾക്കും ഭാഷാവരം നൽകപ്പെട്ടു. ഈ വരദാനം അവസരോചിതമായിരുന്നു. നാനാ സംസ്കാരങ്ങളിൽ നിന്ന് വന്നവരെ ഒന്നിച്ചു കൂട്ടാൻ അതുപകരിച്ചു. ആദ്യം ഇവരെല്ലാം ചെന്നത് അപ്പസ്തോലന്മാരുടെ പക്കലായിരുന്നു. എന്നാൽ നല്ലൊരു ശതമാനം സ്ത്രീകളും അവരെ ശ്രവിച്ച ശേഷം മേരി മഗ്ദലനയുടെയും കൂട്ടുകാരുടെയും അടുക്കിലേക്ക് ചെന്നു. അവരാകട്ടെ ഈ സ്ത്രീകളെ മതസത്യങ്ങൾ പഠിപ്പിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വിശ്വാസത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. അത്ഭുത പ്രവർത്തനത്തിനുള്ള വരം അവർക്കും നൽകപ്പെട്ടിരുന്നു. അപ്പസ്തോലന്മാർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തു. അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മുടന്തർക്ക് ചലനശേഷിയും മൃതരായവർക്ക് പുനർജീവനും ലഭിച്ചു. അത്ഭുതങ്ങൾ ജെറുസലേമിലെങ്ങും അറിയപ്പെടുകയും കണ്ടവരും കേട്ടവരുമെല്ലാം ആശ്ചര്യഭരിതരാകുകയും ചെയ്തു. കർത്താവിന്റെ പ്രമാണങ്ങളും അവയെ പിന്തുടരുന്നവരുമെല്ലാം ജനസാമാന്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രങ്ങളായി. പരിശുദ്ധ അമ്മയുടെ രഹസ്യങ്ങളെ സംബന്ധിച്ചും അവളുടെ ശക്തിയെപ്പറ്റിയും എനിക്ക് വെളിപ്പെടുത്തപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നു. സഭയുടെ ആരംഭത്തിൽ അമ്മയുടെ സാന്നിധ്യം മൂലം ആ സമൂഹത്തിൽ നിത്യരക്ഷയ്ക്ക് അയോഗ്യരായവർ പ്രായേണ കുറവായിരുന്നു. ഇന്നും നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളാൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനാകുന്നില്ല. കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും നേരിട്ട് സംവദിക്കാനും ആവുന്നില്ല. ഇക്കാര്യത്തിൽ ആദിമ സഭാമക്കൾ ഭാഗ്യപ്പെട്ടവരായിരുന്നു. എന്നാൽ നമുക്ക് ഒരു കാര്യം ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ ജ്ഞാനത്തിലും വരപ്രസാദത്തിലും ആ കാലഘട്ടത്തിലും നാമെല്ലാം സന്നിഹിതരായിരുന്നു. എന്തെന്നാൽ അവൾ തന്റെ ദീർഘദൃഷ്ടിയിൽ പിന്നീടുള്ള ചരിത്രത്തിൽ ജനിക്കാൻ പോകുന്ന നാം ഓരോരുത്തരെയും ആ ക്രമത്തിൽ തന്നെ കാണുന്നുണ്ടായിരുന്നു. അതിലുമുപരി അവൾ ആ കാലത്തെ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥം യാചിക്കുകയും ചെയ്ത അതേ തീഷ്ണതയോടെ നമുക്ക് വേണ്ടിയും ചെയ്തു. ആദിമസഭയിൽ അവൾ എത്ര ശക്തമായ സാന്നിധ്യമായിരുന്നോ അതേ അളവിൽ തന്നെ ഇപ്പോൾ സ്വർഗത്തിലും അവൾ ശക്തയായി വിരാജിക്കുന്നു. ആദിമ ക്രിസ്ത്യാനികൾക്ക് അവൾ അമ്മയായിരുന്നത് പോലെ തന്നെ ഇപ്പോഴുള്ളവർക്കും അവൾ അമ്മയാകുന്നു. അവരെപ്പോലെ തന്നെ അവൾ നമ്മയും സ്വന്തമാക്കിയിരിക്കുന്നു. അവളുടെ സ്നേഹം തെല്ലും കുറഞ്ഞിട്ടില്ല. അവളുടെ മധ്യസ്ഥം അന്നത്തേതുപോലെ തന്നെ ഇന്നും ശക്തമാണ്. അവൾ തരുന്ന സംരക്ഷണം ഇന്നും നമുക്ക് കോട്ടയാകുന്നു. നാം ജീവിക്കുന്ന പ്രശ്നസങ്കീർണമായ ഈ കാലയളവിൽ നാമും അവളുടെ പക്കൽ ചെല്ലുകയും ആദിമ ക്രൈസ്തവരെ പോലെ വിനയത്തിലും ഭക്തിയിലും അവളിൽ ആശ്രയം വെച്ച് പ്രാർത്ഥനാ സഹായം സ്വീകരിച്ച് ചേർന്നു നിൽക്കുകയും ചെയ്തെങ്കിൽ അതേ കത്തോലിക്കാ സഭ മുഴുവനും ലോകത്തിന്റെ ഓരോ കോണിലും സ്വർഗീയ രാജ്ഞിയുടെ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിക്കുക തന്നെ ചെയ്യും. പുതുതായി വിശ്വാസം സ്വീകരിച്ച അനേകർ സ്വർഗീയ മധ്യസ്ഥയുടെ വചനങ്ങൾ ശ്രവിച്ച് അവളുടെ മഹത്വം കണ്ട് തങ്ങൾക്ക് സ്വന്തമായിരുന്ന വിലപിടിച്ച ആഭരണങ്ങളും സമ്പത്തും അവളുടെ പാദാന്തികത്തിൽ സമർപ്പിച്ചു. എന്നാൽ അമ്മ അത് സ്വീകരിക്കുകയോ തനിക്കവ സമർപ്പിക്കാൻ അനുവദിക്കുകയോ ചെയ്തില്ല. എന്നാൽ ഇങ്ങനെ തിരസ്കരിക്കുന്നത് അനുചിതമാണെന്ന് മനസ്സിലാക്കിയ ചില സന്ദർഭങ്ങളിൽ അവൾ അവരുടെ ഹൃദയങ്ങളെ രഹസ്യമായി പ്രചോദിപ്പിച്ച് ഈ വസ്തുക്കൾ അപ്പസ്തോലന്മാരുടെ പക്കൽ സമർപ്പിക്കാൻ പ്രേരിപ്പിച്ചു. വിശ്വാസികളുടെ ഇടയിൽ ദരിദ്രരും ആവശ്യക്കാരുമായി ഉണ്ടായിരുന്നവർക്ക് ഇവ പങ്കുവച്ചു നൽകുന്നതിനായിരുന്നു അത്. അതേസമയം
വിനയാന്വിതയായി അമ്മ അവയൊക്കെയും തനിക്കുള്ള സമ്മാനങ്ങളായി കരുതി കൃതജ്ഞത പറയുകയും ചെയ്തു. രോഗികളും ദരിദ്രരുമായവരെ ദയാവായ്പോടെ അവൾ സ്വീകരിച്ചു. ദീർഘകാലമായി തങ്ങളെ വലച്ചിരുന്ന ആതുരാവസ്ഥകളിൽ നിന്ന് അവൾ അവരെ മോചിതരാക്കി. വിശുദ്ധ യോഹന്നാൻ മുഖേന അവൾ അനേകം മനുഷ്യർക്ക് രഹസ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു. ധർമ്മനിഷ്ഠയുടെ ഒരു ചെറിയ കാര്യം പോലും വിട്ടുകളഞ്ഞില്ല. അപ്പസ്തോലരും ശിഷ്യരും ദിവസം മുഴുവൻ വചനപ്രഘോഷണത്തിലും വിശ്വാസികളെ സഭയിൽ സ്വീകരിക്കുന്നതിലും സദാ വ്യാപരിച്ചിരുന്നു. പരിശുദ്ധ അമ്മ അവർക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ശ്രദ്ധിച്ചു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവൾ മുട്ടിൽ നിന്ന് വൈദികരെ ആദരിക്കുകയും അവരുടെ കരങ്ങൾ ചുംബിച്ച് എളിമയോടെ അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്തു. അപ്പസ്തോലന്മാരുടെ കാര്യത്തിലായിരുന്നു ഇക്കാര്യം പ്രത്യേകമായി ചെയ്തിരുന്നത്. അവരുടെ ആത്മാക്കൾ പരിശുദ്ധാരൂപിയുടെ വരദാനങ്ങൾ നിറഞ്ഞ് ഉന്നത പുരോഹിതരും സഭയുടെ സ്ഥാപകരുമെന്ന നിലയിൽ ബഹുമാനിതരുമായി തീർന്നു. എഫേസോസ് 2:20. ചില സമയങ്ങളിൽ അവർ മഹത്വത്തിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രശോഭിച്ചു നിൽക്കുന്നത് കണ്ടു. അത് അവളുടെ ആത്മാവിൽ കൂടുതൽ ആദരവും ഭക്തിയും നിറച്ചു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ മകളെ, ശ്രദ്ധിച്ചാലും ഇക്കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും മനുഷ്യാത്മാക്കളുടെ മുൻ നിയോഗമെന്ന മഹാരഹസ്യത്തെ വെളിവാക്കുന്നതാണെന്ന് നീ തിരിച്ചറിയണം. കർത്താവിന്റെ രക്ഷാകര ദൗത്യത്തിലൂടെ കരകവിഞ്ഞൊഴുകിയ പ്രസാദവരം സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് മതിയാകുമായിരുന്നു. റോമ 5:20. ദൈവത്തിന്റെ സത്യം എല്ലാവരുടെയും മുൻപാകെ വിളംബരം ചെയ്യപ്പെട്ടിരുന്നു. ദൈവമനുഷ്യനെ നേരിൽ കണ്ടവരും അവന്റെ പ്രസംഗങ്ങൾ ശ്രവിച്ചവരും അവയുടെ പ്രതികരണങ്ങൾ കണ്ടവരുമെല്ലാം ഇതറിഞ്ഞതാണ്. ബാഹ്യമായ ഈ അറിവിനുമപ്പുറം രക്ഷയെ തിരിച്ചറിഞ്ഞവർ ആന്തരിക പ്രചോദനങ്ങൾ മൂലം സത്യമാർഗം അന്വേഷിക്കുകയും അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പത്രോസ് അപ്പസ്തോലൻ ജെറുസലേമിൽ നടത്തിയ ആദ്യ പ്രഘോഷണത്തിൽ തന്നെ 3000 പേരല്ലേ മാനസാന്തരപ്പെട്ടത്. നീ ജീവിക്കുന്ന ഇക്കാലത്ത് എന്തുകൊണ്ടാണ് വളരെ കുറച്ചുപേർ മാത്രം മാനസാന്തരപ്പെട്ട് സത്യമാർഗത്തിലേക്ക് വരുന്നത്? നിത്യജീവന്റെ സുവിശേഷം അന്നത്തേക്കാൾ വ്യാപകമായും നിരന്തരമായും പ്രഘോഷിക്കപ്പെടുന്നുണ്ടല്ലോ. അന്നത്തേക്കാൾ കൂടുതൽ പ്രഘോഷകരും ഇന്നുണ്ടല്ലോ. ഇവയെല്ലാം അനുകൂലമായിരുന്നിട്ടും അന്നത്തേക്കാൾ അന്ധരും ഹൃദയശൂന്യരും ദുരാഗ്രഹികളുമായി കാണപ്പെടുന്നല്ലോ. ദൈവഭയമില്ലാത്ത അവർ യാതൊരു മടിയും കൂടാതെ തിന്മകളിൽ മുഴുകുന്നല്ലോ. നശ്വര മനുഷ്യന് എങ്ങനെ ദൈവിക നീതിയുടെ സന്തുലിത അവസ്ഥയെപ്പറ്റി പരാതി പറയാൻ കഴിയും? എന്തെന്നാൽ കർത്താവായ ദൈവം എല്ലാ മനുഷ്യരുടെയും മുൻപിൽ ഇതാ തന്റെ പിതൃസഹജമായ കരുണയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. നന്മയുടെയും തിന്മയുടെയും ജീവന്റെയും മരണത്തിന്റെയും പാതകളെ വേർതിരിച്ച് വെളിവാക്കി തന്നിരിക്കുന്നു. ഇതുമൂലം ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തെ അവനെതിരെ കഠിനമാക്കിയാൽ തന്റെ കഠിന ശിക്ഷാവിധിയെ അയാൾ സ്വയം ഏറ്റുവാങ്ങുന്നു. അതുകൊണ്ട് പാപത്തിൽ മുഴുകുന്നവന് തന്നെത്തന്നെയല്ലാതെ മറ്റാരിലും കുറ്റമാരോപിക്കാനാവില്ല. ഉചിതമായ സമയത്ത് തങ്ങളുടെ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് തിരുത്താത്തവർ സമയം വൈകിപ്പോയതോർത്ത് വലിയ ഇച്ഛാഭംഗം അനുഭവിക്കും. അവരുടെ പശ്ചാത്താപം പാഴായിപ്പോകും. ജലത്തിലെ കുമിള സമാനം കടന്നു പോകുന്ന ഈ ജീവിതം നിത്യജീവൻ സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കായി കരുതാതെ സ്വയം അന്ധനായി സത്യവെളിച്ചം നിഷേധിച്ച് സാത്താന്റെ പ്രേരണകൾക്ക് ചെവികൊടുത്ത് എല്ലാ തിന്മകൾക്കും കീഴടങ്ങി ദൈവം വച്ചുനീട്ടുന്ന പാപമോചനവും കരുണയും കാണാതെ നശിച്ചുപോയാൽ എന്തു ന്യായമാണ് അവർക്ക് പറയാനുണ്ടാവുക? മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാതെ അവർ പ്രതികാരത്തിനായി ദാഹിക്കുന്നു. സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാഹോദര്യം മറന്ന് ദുരാഗ്രഹത്തിന് അടിമപ്പെടുന്നു. ആയതിനാൽ നശ്വര മനുഷ്യൻ ആത്മവഞ്ചനയുടെ മിഥ്യയെ ഉപേക്ഷിക്കട്ടെ. പശ്ചാത്താപത്താലല്ലാതെ വരപ്രസാദം ഉണ്ടാകില്ല. ആത്മപരിവർത്തനത്താലല്ലാതെ മാപ്പ് ലഭിക്കില്ല. മാപ്പു ലഭിക്കാതെ മഹത്വത്തിലെത്തുകയില്ല. ഈ ദാനങ്ങൾ യോഗ്യതയുള്ളവരിലേക്ക് സമൃദ്ധമായി ചൊരിയപ്പെടും.